നമസ്കാരം കൂട്ടുകാരെ. ഷുഗറിൻ്റെ ലോക തലസ്ഥാനമാണ് ഇന്ത്യ. അതിൽ നമ്പർ 1 ആണ് കേരളം. അതിലൊരു മെമ്പറായിരുന്നു ഞാൻ എങ്ങനെ എൻ്റെ 500 ഷുഗർ 100 എന്നതിനെക്കുറിച്ച് ചെറിയൊരു വിവരമാണ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഞാനൊരു 2.5 വർഷത്തോളം ഗൾഫിലായിരുന്നു. ഗൾഫിൽ പോയവർക്കെല്ലാം ഷുഗർ വരണം നിർബന്ധമൊന്നുമില്ല. അവിടെ ചില രീതികളാണ് എനിക്ക് പ്രശ്നങ്ങളുണ്ടാക്കിയത്. പ്രധാനമായിട്ടും ഞാൻ ഭക്ഷണം നന്നായി കഴിക്കുമായിരുന്നു. കുബൂസ്, മന്തി, പെപ്സി, പിന്നെ നമുക്ക് കിട്ടുന്ന കപ്പ, ചോറ്, ഇതെല്ലാം നന്നായി കഴിക്കുമായിരുന്നു. മെയിനായിട്ട് വ്യായാമം ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നില്ല. പുറത്ത് നല്ല പൊടിക്കാറ്റാകുമ്പോൾ നമുക്ക് പുറത്തിറങ്ങി നടക്കാൻ പോലും കഴിയാത്തൊരവസ്ഥ. അപ്പോൾ ഈ രീതികളാണ്. തിരിച്ച് നാട്ടിലെത്തിയപ്പോൾ കുറച്ച് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങി. അമിതമായ ദാഹം, ഭയങ്കര വെള്ളം കുടി. അപ്പോൾ നമ്മൾ കരുതി അവിടെ എ സിയിലല്ലേ, ഇവിടുത്തെ കാലാവസ്ഥേൻ്റെ എതിരെ അമിതമായ വെള്ളം കുടിക്കാവും. മൂത്രൊഴിപ്പ് കൂടി. പിന്നെ എനിക്ക് കണ്ണ് ചോക്കൽ തുടങ്ങി. അപ്പം ഞാൻ കരുതി അത് ഡ്രൈവിങ്ങിൻ്റെ ഈ ചൂടിൻ്റെയൊക്കെ ആയിരിക്കാം എന്ന് കരുതി. അതിനുശേഷം വന്നത് കാലിനൊരു കോച്ച് പിടുത്തം, കിടക്കാൻ നേരത്തൊക്കെ ഒരു കാല് വലിച്ചിൽ. അതൊക്കെ ഞാൻ ഈ കാലാവസ്ഥയുടെ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങളാവുമെന്ന് കരുതി. ഇതൊന്നുമല്ല, ഒരു മെയിൻ പ്രശ്നം നമ്മളൊരു ടെസ്റ്റ് എടുക്കേണ്ടതായിരുന്നു. ആ ടെസ്റ്റ് എടുത്തപ്പോൾ അത് 500 കാണിച്ചു. അപ്പോൾ ഞാൻ പേടിച്ചു പോയി. അങ്ങനെ ഞാൻ ആ ടെസ്റ്റ് റിപ്പോർട്ട് കൊണ്ട് ഡോക്ടറെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ഡോക്ടറെ കുറച്ച് ഷുഗർ ഉണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടറെ നോക്കിയിട്ട് പറഞ്ഞു, ഇത് കുറച്ചല്ലല്ലോ, നന്നായിട്ടുണ്ടല്ലോ, എന്ത് പറ്റി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഗൾഫിലായിരുന്നു. എവിടെയായാലും എങ്ങനെ ജീവിത രീതി ഉണ്ടായിരുന്നു ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഭക്ഷണം, വ്യായാമം കുറവ്, അതന്നെ അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞ ഡോക്ടർ കുറച്ച് ഗുളികകൾ തന്നു, ഒരു സപ്പോർട്ടിന് വേണ്ടിയിട്ട്. ഒരാഴ്ച എങ്ങാണ്ടേ ഞാൻ ആ ഗുളിക കഴിച്ചുള്ളൂ. അങ്ങനെ ഞാനൊരു ഉറച്ച തീരുമാനത്തോടെ വീട്ടിലെത്തി. നമുക്ക് എന്തായാലും ഇത് മാറ്റിയേ പറ്റുള്ളൂ. വന്ന പാടെ ഞാൻ ആദ്യം ശ്രദ്ധിച്ചത് ഭക്ഷണത്തിലാണ്. ഭക്ഷണത്തിൻ്റെ രീതിയാണ് പാടെ മാറ്റി. ആദ്യം നമ്മൾ ഒരുപാട് ചോറെടുത്തിട്ട് അതിൻ്റെ ഓരോ മൂലക്കൽ കുറച്ച് കറികൾ വെക്കുന്ന ഒരു രീതിയായിരുന്നു. ഇത് ഞാൻ നേരെ തിരിച്ചാക്കി. കറികൾ കൂട്ടി, പച്ചക്കറികൾ കൂട്ടി. പച്ചക്കറി കൂട്ടിയിട്ട് ചോറിൻ്റെ അളവ് കുറച്ചു. ആ ചോറിന് തന്നെ ബ്രൗൺ റൈസ് ആക്കി, മട്ടയരി. അങ്ങനെ പച്ചക്കറി സാലഡ് കൂട്ടി. അങ്ങനെ മുട്ട, സാലഡ്, തൈര്, അതൊക്കെ കഴിച്ചു. ഇങ്ങനെ വരുമ്പോൾ വേറൊരു പ്രധാന പ്രശ്നം നമുക്ക് വയറ് നിറയാത്തൊരു ഫീലായിരുന്നു. അതിന് ഞാൻ കണ്ടെത്തിയ വഴി കോറപ്പുട്ടുണ്ടാക്കി കഴിക്കുക എന്നുള്ളതായിരുന്നു. പിന്നെ വരുത്തിയൊരു പ്രധാന മാറ്റമാണ് ഞാൻ അളവ് കുറച്ച് തവണ കൂട്ടിയ ഒരു രീതി. കറുവപ്പട്ടയുടെ തൊലിയിട്ടിട്ടോ അല്ലെങ്കിൽ ഇൻസുലിൻ ചെടിയുടെ ഇല കഴിച്ചിട്ടോ ഒന്നും ഇതിനൊരു മാറ്റം വരാൻ പോകുന്നില്ല. അതെല്ലാം വെറുതെ യൂട്യൂബിൽ ഓരോന്ന് പറഞ്ഞുണ്ടാക്കുന്നതാണ്. അടുത്തതായിട്ട് പ്രധാനപ്പെട്ട ഒരു കാര്യം വ്യായാമമാണ്. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം ഓടിയെത്തൽ ചില ജിമ്മന്മാരുടെ രൂപങ്ങളാവും. അതാണ് വ്യായാമം എന്നാണ് നമ്മുടെ കണക്കൂട്ടൽ. അങ്ങനെയൊന്നല്ല, ഒരു നടത്തം പോലും വ്യായാമത്തിൽപ്പെടും. അപ്പോൾ നടത്തം നേരം വെറുതെ ആടിക്കൊഴിഞ്ഞ് നടന്നിട്ട് കാര്യമില്ല. അത് ബ്രിസ്ക് വാക്ക്, അതായത് കയ്യും കാലും കുടഞ്ഞ് നടക്കണം. ഞാൻ ആ രീതി ഫോളോ ചെയ്തു. അതെനിക്ക് ഫലവും കണ്ടു. ചുരുക്കി പറഞ്ഞാൽ ഞാനിപ്പോൾ 3 വർഷം എല്ലാ മാസം 1-ാം തീയതി പോയി ടെസ്റ്റ് ചെയ്യുമ്പം എനിക്ക് എങ്ങനെ നോക്കിയാലും 100-90 അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ ഈ രീതി ഇന്നും ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. എവിടെ പോയാലും ഞാൻ ഇന്നത് കഴിക്കണോ കഴിക്കണ്ടേ. ഇപ്പോൾ ഒരു പാർട്ടിക്ക് പോയാൽ ഒരുപാട് വിഭവങ്ങളുണ്ടാവും. ഞാൻ അതിന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യും, ഏതാണ് കാലറി കുറവ്, ഏതാണ് എനിക്ക് വേണ്ടത്. ചിലപ്പോൾ നല്ല രുചികരമായ ഭക്ഷണമൊക്കെ ഉണ്ടാവും. അതൊക്കെ ഒഴിവാക്കിയിട്ട് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് തിരഞ്ഞെടുക്കും. പിന്നെ ഇപ്പോൾ ബന്ധുക്കളുടെ വീട്ടിലൊക്കെ പോകുമ്പോൾ നമ്മളൊരു വെൽക്കം ഡ്രിങ്ക് പോലെ അവർ ടാങ്ക് കലക്കിയത് കൊണ്ടുവരും. അപ്പോൾ ഞാൻ ആദ്യമേ പറയും, ഒരു ഗ്ലാസ്സേ ചൂടുവെള്ളം തിളപ്പിച്ചാറിന് എടുത്തോളേ എന്നറിയും. അപ്പോൾ ആ പ്രശ്നം അവിടെ തീർന്നു. മറ്റേത് ഷുഗർ ആണില്ലേ എന്നുള്ളൊരു ഇതായിരിക്കും. ഇതതില്ലല്ലോ, ആദ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലോ. എന്തായാലും ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് എനിക്ക് പറയാനുള്ളത്, ഇത് പൂർണ്ണമായും മാറും. മറ്റുള്ളവരൊക്കെ പറയും പോലെ വന്നു കഴിഞ്ഞാൽ പിന്നെ വന്നതാ, അങ്ങനെയൊന്നുമില്ല. സുഖമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാവുന്നുള്ളൂ. പക്ഷേ ഈ രീതി ഫോളോ ചെയ്യണം. കുറച്ച് റിസ്ക്കൊക്കെ ഉണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ട് കഴിക്കാൻ പറ്റില്ല എന്നൊക്കെ വരും. എന്നാലും നിങ്ങളുടെ എല്ലാ അവയവങ്ങളും നിങ്ങൾക്ക് സംരക്ഷിക്കാം. ഷുഗറിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ എവിടെയൊക്കെ ബ്ലഡ് എത്തുന്നോ അവിടേക്കുള്ള എല്ലാ അവയവങ്ങളെയും നശിപ്പിച്ചിട്ടേ പോവുള്ളൂ. അപ്പം നിങ്ങൾ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നല്ല രീതിയിൽ ക്വാളിറ്റി ഉള്ളൊരു ലൈഫ് ഉണ്ടാക്കാൻ ശ്രമിക്കുക. വീഡിയോ ഇതുവരെ കണ്ട നിങ്ങൾക്ക് നന്ദി അറിയിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക.